നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ ഖത്തർ അതിവേഗം വിജയിച്ചു വരികയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. ഖത്തർ COVID-19 മഹാമാരിയിൽ നിന്ന് മുക്തി നേടുന്നതിലേക്ക് അതിവേഗം അടുക്കുന്നു. ശനിയാഴ്ച 701 രോഗികൾ COVID-19 നിന്ന് മുക്തി നേടിയപ്പോൾ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ പോസിറ്റീവ് കേസുകൾ 498 മാത്രമാണ്. ഏറെ നാളുകൾക്ക് ശേഷം രാജ്യത്ത് 24 മണിക്കൂറിൽ പുതിയ കേസുകൾ 500-ൽ താഴെ എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. 98,934 രോഗികൾ ഇതുവരെ രോഗമുക്തി നേടിയപ്പോൾ 146 പേർ വൈറസ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ശനിയാഴ്ച മരണമില്ല. ശനിയാഴ്ച 11 രോഗികളെയാണ് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ആകെയുള്ളത് 141 രോഗികളാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. പ്രതിദിനം തീവ്രപരിചരണത്തിലേക്ക് മാറ്റപ്പെടുന്ന രോഗികളുടെ എണ്ണത്തിലും ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുന്ന രോഗികളുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തുന്നത് ആശാവഹമാണെന്നാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മുൻകരുതൽ പാലിക്കുന്നതിൽ അലംഭാവം കാണിച്ചാൽ വൈറസ് ബാധ വീണ്ടും പൂർവാധികം ശക്തിയോടെ വ്യാപകമാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ അടിയന്തര വിഭാഗങ്ങൾ വഴിയും COVID-19 പരിശോധനയുള്ള വിവിധ ഹെൽത്ത് സെന്ററുകൾ മുഖേനയുമാണ് പുതിയ കേസുകൾ കണ്ടെത്തുന്നതും സ്ഥിരീകരിക്കുന്നുവെന്നും നേരത്തെ ബാധിച്ചവരിൽ നിന്നാണ് ഇപ്പോൾ രോഗബാധ ഉണ്ടാകുന്നതെന്നും മന്ത്രാലയം വിശദീകരിച്ചു. നേരത്തെ COVID-19 കേസുകൾ കണ്ടെത്തുന്നത് ചികിത്സ വേഗത്തിലാകാൻ സാധ്യമാക്കുന്നുണ്ട്. പുതുതായി സ്ഥിരീകരിച്ച COVID-19 കേസുകളെല്ലാം സമ്പർക്ക വിലക്ക് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഓരോ രോഗിയുടെയും ആരോഗ്യ സാഹചര്യങ്ങൾ അനുസരിച്ച് കേന്ദ്രങ്ങളിൽ ചികിത്സ നൽകുന്നു. ഖത്തറിൽ COVID-19 രോഗവ്യാപനം കുറഞ്ഞു വരികയാണെന്നും ഭരണകൂടം സ്വീകരിച്ച നിയന്ത്രണങ്ങളും മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിൽ പൊതുജനങ്ങളുടെ പ്രതിബദ്ധതയുമാണ് ഇതിന് കാരണമെന്നും ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇത് ശുഭസൂചനയാണ്. എന്നാൽ വൈറസ് രാജ്യത്ത് നിന്ന് മുക്തമായെന്ന് ഇതിനർത്ഥമില്ല. വൈറസിന്റെ സാന്നിധ്യം ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ആകെ കേസുകൾ കുറയുമ്പോഴും പൗരന്മാർക്കിടയിലും പ്രൊഫഷണലുകളായ താമസക്കാർക്കിടയിലും മുൻ മാസത്തേക്കാൾ COVID-19 കേസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഒരേ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. സാമൂഹ്യ അകലം പാലിക്കാതെയുള്ള സന്ദർശനങ്ങളും കൂടിച്ചേരലുകളുമാണ് ഇതിന്റെ പ്രധാന കാരണം. വൈറസ് വ്യാപനം തടയേണ്ടത് എല്ലാവരുടെയും കടമയാണ്. പ്രായമേറിയവരെയും മാറാരോഗങ്ങളിലുള്ളവരെയും ഈ സാഹചര്യത്തിൽ പ്രത്യേകം പരിഗണിക്കണം. നേരത്തെയുള്ളതിനേക്കാൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണിത്. ശാരീരിക അകലം പാലിക്കുക, കൈകൾ അണുമുക്തമാക്കുക, വൃത്തിയാക്കുക, മാസ്ക് ധരിക്കുക, ഫേസ് മാസ്ക് ധരിക്കുക, സാമൂഹ്യ കുടുംബ സന്ദർശനങ്ങൾ ഒഴിവാക്കുക, അനിവാര്യമാണെങ്കിൽ സന്ദർശനങ്ങൾ 15 മിനിറ്റിലധികമാകാതെ ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.